ഒടുവിൽ കേന്ദ്രത്തിന് വഴങ്ങി കേരള സർക്കാർ. 336 സ്കൂളുകൾ PM ശ്രീക്ക് കീഴിൽ വരും. 3 വർഷമായി തുടർന്ന എതിർപ്പ് മാറ്റിവെച്ചാണ് കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയായ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത്. പദ്ധതിയിൽ ചേർന്നാൽ പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരും എന്നതായിരുന്നു കേരളമടക്കം പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ മുഖ്യ കാരണം. സ്കൂളിന് മുന്നിൽ PM ശ്രീ സ്കൂൾ എന്ന ബോർഡ് വെക്കേണ്ടി വരുമെന്നതും എതിർപ്പുകൾക്ക് കാരണമായി. തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളുടെ അടിസ്ഥാന വികസനം ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഹിന്ദി ഭാഷാ പ്രശ്നമടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ ലക്ഷ്യം മറ്റൊന്നാകാമെന്നതും കാണേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ 33 സംസ്ഥാനങ്ങൾ ഇതിന്റെ ഭാഗമാണ്. കേരളം, ബംഗാൾ, തമിഴ്നാട് സംസ്ഥാനങ്ങൾ മാറി നിൽക്കുകയായിരുന്നു. തമിഴ്നാട് പക്ഷേ കടുത്ത എതിർപ്പിൽ തന്നെയാണ് ഇപ്പോഴും. കേന്ദ്രം കടുത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയത് മറികടക്കാനാണ് ഇപ്പോൾ കേരളം തീരുമാനം മാറ്റി കേന്ദ്രത്തിന് വഴങ്ങുന്നത്.